ഭക്തരായ വിഷായി ജനങ്ങൾക്കും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ. ഭക്തകവിയായി ഭക്തന്മാർക്ക് എന്നും ഉദാഹരിക്കാവുന്ന ഗുരുവായൂരപ്പൻ്റെ മഹാഭക്തനായ പൂന്താനത്തിൻ്റെ ക്ഷേത്രവും ഇല്ലവും നമുക്ക് ദർശിക്കാം. അയ്യന്തോൾ ഹരേ കൃഷ്ണ സത്സംഗത്തിൽ നിന്ന് 100-ൽ പരം ആളുകളുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഗുരുവായൂരിൽ നിന്ന് 2.5 മണിക്കൂർ യാത്ര ഇവിടേക്കുണ്ട്. രാവിലെ 5 മണി തൊട്ട് 10 മണി വരെയാണ് രാവിലത്തെ ദർശനം ഈ ക്ഷേത്രത്തിൽ നമുക്ക് കിട്ടുന്നത്. ഈ ക്ഷേത്രം പൂന്താനത്തിൻ്റെ കുടുംബക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. എന്നാൽ 400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഭക്തകവി പൂന്താനത്തിൻ്റെ വാർദ്ധക്യത്തിൽ ഗുരുവായൂരിൽ ദർശനം അസാധ്യമായപ്പോൾ മനമുരുകിയ പ്രാർത്ഥനയുടെ ഫലമായി ഉണ്ണിക്കണ്ണൻ്റെ രൂപം ദർശിച്ച സ്ഥലത്ത് പൂന്താനം പ്രതിഷ്ഠിച്ച വെണ്ണകൃഷ്ണനെ 2 കൈകളിലും വെണ്ണ പിടിച്ചിട്ട് ശ്രീകോവിലിൻ്റെ ഇടത്തുപുറത്ത് ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ അല്ലാതെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മറ്റൊരിടത്തും ഉപദേവനായി ശ്രീകൃഷ്ണ പ്രതിഷ്ഠ ഇല്ല. ഇതാണ് പൂന്താനം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പൂന്താനത്തിൻ്റെ ഇല്ല. ഇനി നമുക്ക് അവിടേക്ക് പോകാം. ഗീതയിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം മുഴുവൻ ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന തരത്തിൽ നമുക്ക് വരും തലമുറയ്ക്ക് പകർന്നു തന്നു. ഭക്തിയുടെ മാഹാത്മ്യവും ഭഗവത് നാമത്തിൻ്റെ മാഹാത്മ്യവും പറഞ്ഞു തന്ന ആ ഭക്തൻ്റെ പാദസ്പർശം, ഭഗവാന്റെയും പാദസ്പർശമേറ്റ സ്ഥലത്ത് ഒരു വട്ടം സന്ദർശിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുക. ഓരോ യാത്രയും ഗംഭീരമാക്കുന്നത് കീർത്തനവും പ്രഭാഷണങ്ങളും പ്രസാദവും ഒക്കെ തന്നെയാണ്. നാരായണ 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 രാധേ ഗോവിന്ദ നാരായണ 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 രാധേ ഗോവിന്ദ രാധേ നാരായണ 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 രാധേ ഗോവിന്ദ ഇവിടെ അനുഭവിക്കുന്ന തണുപ്പ് ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണോ, ആ പഴമയുടെ ആ വെട്ടുകല്ലിൻ്റെയൊക്കെ തണുപ്പാണോ എന്ന് അറിയുന്നില്ല. ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്ന പോലെ ഒരു ഗംഭീരാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. ഭാഗ്യമാണ് ഇങ്ങനൊരു ഭക്തന്റെ വീട്ടിൽ സന്ദർശിക്കുക. ഇങ്ങനൊരു ഭഗവാന്റെ ധാമിലേക്ക് ശരീരത്തോട് കൂടിയിട്ട് പോയ ഒരു സ്ഥലം സന്ദർശിക്കുക എന്ന് പറഞ്ഞാല്
അപൂർവങ്ങളിൽ അപൂർവമല്ല ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അവിടെ ഭക്തന്റെ കൂടി ഒരു സ്വല്പമെങ്കിലും നമുക്ക് സ്പർശിക്കാൻ ഇങ്ങനെ ഒരു അവസരങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം, ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് പൂന്താനം കടന്നു പോയതെന്ന് നമുക്കറിയാലേ. അത്രയും സാഹചര്യത്തിലും ഭഗവാനെ അത്രയും അഗാധമായി മനസ്സിലേക്ക് കയറ്റി ആ ഭഗവത് സാക്ഷാത്കാരം നേടിയ സ്ഥലം, ഭഗവാൻ നേരിട്ടിട്ട് വന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ. അപ്പൊ ആ പൂന്താനത്തിലുണ്ടായിരുന്ന ഭക്തിയുടെ കുറച്ചെങ്കിലും നമുക്കും ഇവിടെ നിന്ന് കിട്ടാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോവാൻ. അപ്പൊ ആ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കേണ്ടത്. ആ ഭക്തി കൊണ്ട് മാത്രമാണ് ഭഗവാനെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും നമുക്ക് പൂന്താനം ഇല്ലത്തിനെ കുറിച്ചിട്ടും അതിന്റെ ചരിത്രം പ്രസിദ്ധമായ കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾക്ക് സുസ്മിത രാധാറാണി മാതാജി പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും നല്ല ശ്രദ്ധയോടെ ഇരിക്കുക. പിന്നെ നമ്മുടെ ശ്യാമള ഹരിപ്രിയ മാതാജി ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഭക്തരാക്കും. അപ്പൊ ഈ ജ്ഞാനപ്പാനയില് ഫസ്റ്റ് തന്നെ ഗുരുനാഥനെ അല്ലെ പ്രണമിക്കണം. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം അല്ലെ. അപ്പൊ ഒരു ഗുരുവിന്റെ പ്രാധാന്യം പൂന്താനം കാണിച്ചു തരുന്നത് നമുക്ക് അല്ലെ. നമുക്ക് എന്ത് കാര്യത്തിനും ഗുരു വേണം. നമുക്കിപ്പോ ഭൗതികമായിട്ട് എന്ത് പഠിക്കാനാണെങ്കിലും ഒരു ടീച്ചർ വേണം അല്ലെ. നമുക്കൊരു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, എന്തായിരിക്കും ഒരു സൈക്കിളിലോട്ട് പഠിക്കണമെങ്കിൽ അതിനൊരു ഗുരു ആരെങ്കിലും പഠിപ്പിച്ചു തരണം അല്ലേ. അതുപോലെ ആധ്യാത്മികം പഠിക്കാൻ നമുക്ക് ആര് വേണം? ഗുരുനാഥൻ വേണം. അപ്പൊ അദ്ദേഹം ആദ്യം തന്നെ ഇത് എഴുതുമ്പോൾ ഗുരുനാഥനെ പ്രണമിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? പിന്നെ പറഞ്ഞത് കൂടിയല്ല പിറക്കുന്ന നേരത്ത് അല്ലെ. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മത്സരിച്ച് നമ്മൾ ആരാണോ അവരാരാണോ എന്നുള്ള ജീവിതമാണ് എല്ലാവരും അല്ലേ. നമ്മൾ കുറച്ച് പേരുടെ കാര്യമാണ് മൊത്തം ഈ ലോകത്ത് അല്ലേ. എപ്പോ വേണമെങ്കിൽ മരിക്കാം. ജനിക്കുമ്പോൾ ആരും ഒന്നിച്ചല്ല, അത് നമുക്കൊക്കെ അറിയാം. മരിക്കുമ്പോഴും ഒന്നിച്ചല്ല, ഇടയ്ക്ക് വെച്ച് കുറച്ചു നേരം എല്ലാവരും കാണും. ആ സമയത്ത് മത്സരം എന്ത് മത്സരം അല്ലെ. സ്ഥാനമാനങ്ങൾ ചൊല്ലി മത്സരം, അതിർത്തി തർക്കങ്ങൾ, ചേട്ടനും തമ്മിൽ അതിർത്തി തർക്കം ആരും വിട്ടുകൊടുക്കൂല അല്ലെ. വേലി അങ്ങോട്ട് കെട്ടിത്താഴ്ത്തി വേലി ഇങ്ങോട്ട് കെട്ടിത്താഴ്ത്തി നമ്മൾ സ്ഥിരം കാണുന്നുണ്ട് കേസുകള്. ഇഷ്ടംപോലെ കേസുകൾ മുഴുവനും വന്ന് ഇരിക്കുന്ന എവിടെയാണ് അറിയാം? ചേട്ടനനിയന്മാർ തമ്മിൽ, സ്വന്തം ആൾക്കാർ തമ്മിലാണ് കേസ് കൂടുതൽ. എന്താണ് ഇതറിയാത്തോണ്ടാണ്. ഇപ്പൊ കാണുന്ന ആളെ ചിലപ്പോ ആ ആളുണ്ടാവില്ല. ഒരാളെ പെട്ടെന്ന് രാജാവായിട്ട് ഉയർത്താന് ഭഗവാന് പറ്റില്ല. 2 4 ദിനം തണ്ടിലേറ്റി നടത്തുന്ന ഭഗവാൻ മാളികേറിയ മണ്ണിന്റെ തോളിൽ മാറാപ്പു കേട്ടുന്നതും ഭഗവാൻ. ഭഗവാൻ ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിലെ താമരത്തണ്ടാണ് ഈ 14 ലോകങ്ങള്. ആ താമരയുടെ ഏറ്റവും മുകളിലാണ് ആര്? ബ്രഹ്മാവ്. ബ്രഹ്മലോകമാണ് ഏറ്റവും മുകളില്, ബാക്കി 14 ലോകം താഴെയാണ്. ഈ 13 ലോകത്തുള്ള ആൾക്കാരും പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് കലിയുഗത്തില് ഭാരതത്തിൽ വന്ന് പിറക്കാൻ ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന്. കലിയുഗത്തില് ഭാരതത്തിൽ പിറന്നുള്ള ഗുണം എന്താണ്? കൃഷ്ണ എന്ന് വിളിച്ചാൽ മുക്തിയാണ്. അതാണ്. അപ്പൊ അത് അവർക്ക് സാധിക്കില്ല. ഈ കർമ്മം കളയാനും നമുക്ക് കർമ്മനാശം വരുത്തി മുക്തി ലഭിക്കണമെങ്കിൽ എവിടെ വേണം? ഭൂമിയിലേ പറ്റുള്ളൂ. ബാക്കി 13 ലോകത്തിലെ ആളുകളും പ്രാർത്ഥിക്കുകയാണെന്ന് ഈ ഭൂമിയില് ഭാരതഖണ്ഡത്തില് കലിയുഗത്തില് ജനിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായില്ലല്ലോ കൃഷ്ണ എന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ.
പ്രത്യേകം നന്ദി പറയണം. പിന്നെ വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരും എത്രയും നേരത്തെ അവിടെ നിന്ന് പുറപ്പെട്ട് ഇതിൽ പങ്കാളികളാവാൻ സാധിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. നാഗവല്ലി മാതാജിയെ അവിടെ വീണു എന്ന് പറഞ്ഞ മാതാജിയില്ലേ മാതാജിക്ക് ഒരു പ്രൈസ് എന്താ